ഗൈസ് തിയേറ്ററിൻ്റെ അകത്ത് ഗെയിം സ്റ്റേഷനൊക്കെ ഉണ്ട്. ഞാൻ Hey guys, welcome back to our YouTube channel. So ഇന്ന് ജൂലൈ 26 സമയം ഇപ്പോൾ 8 മണിയാകാൻ പോകുന്നു. നമ്മൾ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം ഒരു മൂവിക്ക് പോവാം, മൂവി നൈറ്റിന് പോവാം. ഇതിപ്പം ഏത് മൂവിയാണ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും. ഡെഡ്പൂൾ വൂൾവറിൻ സീരീസാണ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിൽ നിന്നേ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഇപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേ ഉള്ളൂ. സിനി പ്ലസിലാണ് പോകുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ 1 hour ബസ്സിലായതുകൊണ്ട് 1 hour എടുക്കും. കാരണം നമുക്ക് പെസ്റ്റോ കാർഡൊക്കെ ഉള്ളതുകൊണ്ട് ഊബർ വിളിച്ച് വെറുതെ ക്യാഷുകൾ ഉണ്ടാകും വിചാരിച്ചിട്ട് 1 hour ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഊബറിൽ പോവാം. സോ ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം ഗൈസ്. നമ്മളിങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. അമ്മ സിനിമ കാണാൻ പോണേൽ ഓവർ എക്സൈറ്റഡ് ആണ്. ഡെഡ്പൂൾ ഏതെങ്കിലും സീരീസ് ഇട്ടിട്ടുണ്ടോ? 1 and 2 കണ്ടിട്ടുണ്ടോ? ഇല്ല. അടിപൊളി. നമ്മൾ 134 ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 2 ബസ് മാറിക്കയറണം. 134ഉം 133ഉം. സോ സമയത്ത് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. 1 hour 43 minutes ആണ് കാണിക്കുന്നത്. നമ്മൾ 8 മണിയാവാറായപ്പോഴാണ് ബസ്സിന് വേണ്ടി ഇരിക്കുന്നത്. കറക്റ്റ് സമയത്ത് എത്തിയാൽ മതിയായിരുന്നു. 9:06 എത്തുമ്പോൾ എന്നാണ് കാണിക്കുന്നത്. 9 മണിക്ക് ഷോ തുടങ്ങും. അങ്ങനെ ഫൈനലി ബസ് എത്തിയിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. വളരെ നേരത്തെ എത്തി ഗൈസ്. അരമണിക്കൂറുണ്ട് എത്തി. പക്ഷെ ബസ് ഇടയ്ക്ക് ഒരിടത്ത് കുറച്ച് നേരം നിർത്തിയിട്ടേക്കായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നേരത്തെ എത്തി. ഇതാ അമ്മ തുള്ളിക്കൊണ്ടവിടെ പോണതേ ഉള്ളൂ. കണ്ടോ? സിനി പ്ലസ്. ഇവിടെ എനിക്ക് മറ്റേ പോയിൻറ്റ്സ് കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രീ കൂപ്പണൊക്കെ കിട്ടുന്നതൊക്കെയാണ് പറയുന്നത്. അറിയില്ല, നോക്കണം. ഇവിടെ Audi 8ലാണ് നമ്മുടെ വൂൾവറിൻ്റെ ഡെഡ്പൂൾ വൂൾവറിൻ മൂവി നടക്കണേ. നോക്കട്ടെ. അപ്പോൾ നമ്മളങ്ങനെ അകത്തേക്ക് കയറി. ഞാൻ തന്നെ ചോട്ടി പൊളിച്ച് കണ്ടോ? അയ്യോ, ഭയങ്കര ഡിഫറൻസാണ് ഗൈസ്. നമ്മുടെ PVRൻ്റെ ഒക്കെ കുറച്ച് ഒരു വൈബൊക്കെ ഉണ്ട്. നോക്കട്ടെ, എൻ്റെ സിനി പ്ലസ് കാർഡ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഹൈ, ഡെഡ്പൂൾ വൂൾവറിൻ. അയ്യോ, ഡെഡ്പൂളിൻ്റെ മാസ്ക് ഒക്കെ ഉണ്ട് ഗൈസ്. മാർവലിൻ്റെ. എന്താണ് ഗൈസ് തിയേറ്ററിൻ്റെ അകത്ത് ഗെയിം സ്റ്റേഷനൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് മൂന്നാറൊക്കെ പോയപ്പോഴത്തേക്കും കളിച്ചിട്ടുള്ള സാധനം മറ്റേ ബൈക്ക് റേസിൻ്റെ സാധനം ഉണ്ടല്ലോ. ബൈക്ക് റേസ്, കാർ റേസ്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. പാക്മാൻ. അയ്യോ, ഇത് കാണുമ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ടല്ലോ, അതാ ഓർമ്മ പറഞ്ഞത്. പിക്സൽസ് എന്നും പറഞ്ഞിട്ട്. പിക്സൽസ് എന്ന് പറയുന്ന മൂവി എനിക്ക് ഓർമ്മ. ഈ പാക്മാൻ ഭയങ്കര എനിക്കിഷ്ടമാണ്. ഭയങ്കരമായിട്ട് കുറേ പണ്ട് കളിക്കുമായിരുന്നു പാക്മാനൊക്കെ. പക്ഷേ ഇതിന് കൊള്ളാം. നമ്മൾ മറ്റേ ഞാൻ മൂവീസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റീലിലൊക്കെ മാത്രമുള്ള. ഞാൻ ചേഞ്ച് ഇല്ല. സോ ഇത് നമ്മളിട്ടിട്ട് 3 പ്രൈസ് ഉണ്ട്. ചിക്കാഗോ, ഡെൻവർ, ഹോളിവുഡ്. സ്മോള് 250 miles. സ്മോളെന്ന് പറയുമ്പോൾ ഈ കുട്ടി ഇതിൻ്റെ അകത്ത് എന്ത് കാണുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റേ ക്ലേഡ് ഐറ്റം ആയിരിക്കും, അങ്ങനെയുള്ളതായിരിക്കും. പിന്നെ മീഡിയം എന്ന് പറയുമ്പോൾ 450 points ഇതിലെടുക്കണം. ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഇത് 2 ഡോർ ഡാഷിൻ്റെ $15 വൗച്ചർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. പക്ഷേ ഇത് കൊള്ളാം. ഗൂഗിളിൻ്റെ മിനി ഉണ്ട് ഗൈസ് ഇവിടെ. എനിക്ക് അങ്ങനെ ഇവിടെ കുറേ ഗെയിമിംഗ് സിസ്റ്റം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോറി ബേബി, എൻ്റെ ഒരു $1 ഇത് കൊള്ളാം. ഇത് ഇൻസ്റ്റ ക്യാഷ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഇനി ഇതിൽ 8ാമത്തെ ഇത് കാണി വൂൾവറിൻ്റെ എൻ്റെ പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പോപ്കോണും എനിക്കിവിടെയുള്ള കോക്കും മൂൻ്റെ മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഇതാണ് തിയേറ്റർ. അത്യാവശ്യം ആവറേജ് സീറ്റിങ്. 8th സ്ക്രീനാണ്. ഏരീസ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ഗൈസ്. ഗൈസ് അപ്പം സമയം എന്താ 11:30 മൂവിയൊക്കെ കഴിഞ്ഞു. നല്ല ഇടിവിട്ട് മൂവിയായിരുന്നു അല്ലേ അമ്മു? അല്ലേ, നല്ല ഇടിവിട്ട് മൂവിയായിരുന്നു. അയ്യോ, വൂൾവറിൻ്റെയൊക്കെ മാരക ഫൈറ്റ് സീക്വൻസൊക്കെ ഉണ്ട്. അയ്യോ,
ഈ മറ്റേ സ്പൈഡർമാൻ്റെ ഒക്കെ മൾട്ടിവേഴ്സിന് ശേഷം മാർവലിൻ്റെ ഒരു വിട്ട് പടം എന്ന് തന്നെ പറയാം. ഇവിടെ പിന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കണേ. നമ്മളൊന്ന് വന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, കൊള്ളാൻ കേട്ടോ. പക്ഷേ തിയേറ്റർ അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല, പക്ഷേ സീറ്റിംഗ് അത്ര കംഫർട്ടബിൾ ഒന്നുമല്ല. എനിക്ക് അരവിന്ദിനറിയാം, എൻ്റെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഏരീസിൽ ഇങ്ങനെ മാർവലിൻ്റെ സീതൊക്കെ വരുമ്പോൾ അരവിന്ദും അരുണും ഒക്കെയാണ് ടിക്കറ്റ് എടുക്കണേ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കിടന്നുള്ള 500-ൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാം നോർമലാണെങ്കിൽ ഏരീസ് നൈസാണ്, അത്ര പോരാ. സീറ്റ് കുറച്ച് ഹാർഡാണ്, സീറ്റപ്പം അത്ര പോരാ. ഇനി ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ട് വീടെത്തുമ്പോഴത്തേക്ക് എങ്ങനെയായാലും 1 മണി കഴിയും, 12:30-1 മണി കഴിയും. കൊള്ളാം, ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, എന്നാലും സംഗതി കൊള്ളാം. ഇവിടെ ഇനി നോക്കണം വേറെ നല്ല സ്ഥലങ്ങളും കൂടെ ഉണ്ടെങ്കിൽ, മീൻസ് വേറെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി. ഇനി അടുത്ത മൂവി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഡിയും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം കയറാൻ. അതായത് ഇനി മറ്റേ കിടന്ന് കാണുന്ന ഇതുണ്ടെങ്കിൽ നോക്കണം, റേറ്റൊക്കെ ഇങ്ങനെയാണ് നോക്കിയിട്ട് പതുക്കെ നോക്കാം. സംഗതി കൊള്ളാം, മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും. ബൈ ഗൈസ്.